ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി ടീം ഇന്ത്യ ഇപ്പോൾ പരിശീലന മത്സരങ്ങൾ നടത്തുകയാണ്. ഇതിനോടകം തന്നെ പരിശീലനം സജീവമാക്കിയ ടീം ഇന്ത്യ ടീമിനെതിരെ ഒരു സന്നാഹ മത്സരവും പ്രധാന പരമ്പരയ്ക്ക് മുന്നോടിയായി കളിക്കും. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലും കോച്ച് ഗൗതം ഗംഭീറും മാധ്യമങ്ങളെ കണ്ട് നിർണായകമായ സ്റ്റേറ്റ്മെന്റുകൾ നൽകിയിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലെ ടീമിന്റെ മുന്നോട്ടുള്ള പദ്ധതികളെപ്പറ്റി നിർണായകമായ സൂചനകളായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. ശ്രേയസ് അയ്യരെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്താത്തതുൾപ്പെടെ നിർണായകമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഗൗതം ഗംഭീർ പ്രസ് മീറ്റിൽ നൽകിയിരുന്നത്. മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ ടീമിൽ ആരെയും ഉൾപ്പെടുത്താം. നമുക്ക് 18 പേരെ മാത്രമേ തിരഞ്ഞെടുക്കാനായി സാധിക്കുകയുള്ളൂ. മികച്ച ഫോമിലുള്ളവർക്കും നന്നായി കളിക്കാൻ കഴിവുള്ളവരുമായ താരങ്ങൾക്ക് അവസരം നൽകാനായാണ് ശ്രമിച്ചത്. ഇപ്പോഴത്തെ ടീം സെലക്ഷനിൽ ഇതുതന്നെയാണ് സംഭവിച്ചതെന്നാണ് ഗംഭീർ ആദ്യം പറഞ്ഞത്. ശ്രേയസിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ സെലക്ടറല്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു ഗംഭീർ നൽകിയിരുന്നത്. കരുൺ നായർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുമെന്നും ഗംഭീർ പറഞ്ഞിരുന്നു. 1-2 ടെസ്റ്റുകൾ നോക്കി ഞങ്ങൾ ഒരാളെ വിലയിരുത്തില്ല. ധാരാളം റൺസ് നേടിയ താരമാണ് കരുൺ നായർ. അതുകൊണ്ട് തന്നെ കൂടുതൽ അവസരങ്ങൾ അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര മാറുന്നുണ്ട് എന്നാണ് ഗൗതം ഗംഭീർ പ്രസ് മീറ്റിൽ പറഞ്ഞത്. കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ടീമിലേക്കുള്ള സെലക്ഷൻ ആയിരിക്കും ഇനി ഉറപ്പുവരുത്തുക എന്നുള്ള സൂചന തന്നെയാണ് ഗംഭീറിന്റെ പ്രസ് കോൺഫറൻസിൽ നിന്നും വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും IPL ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു അവസരം തന്നെയാണ് ഇവിടെ തുറന്നു വരുന്നത്. സായി സുദർശൻ ഇപ്പോൾ IPL നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള വഴി തെളിഞ്ഞത് തീർച്ചയായിട്ടും ഗംഭീറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്ന ഒരു റിയൽ ടൈം എക്സാമ്പിളായി തന്നെ പരിഗണിക്കാം. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.